ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രതീഷിനെയും അതുപോലെ വേലുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. CI അങ്ങനെ ലോക്കപ്പിലിട്ടിട്ട് അവരെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ നമ്മുടെ നമ്മുടെ വേലു സമ്മതിക്കുകയാണ്, താനാണ് ആ കൊലപാതകം നടത്തിയത്. തല്ലിച്ചതച്ച് അവനോട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ഇരുമ്പ് വടി കൊണ്ട് അവന്റെ പുറകില് തലക്കടിക്കുന്നത് താനാണെന്ന് അവൻ അങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന പോലീസ് പറയാണ്, ഇത്രയും മതി എനിക്ക്, എന്തായാലും നീ കുറ്റമേറ്റെടുത്തല്ലോ, അപ്പൊ ഒന്നാം പ്രതി നീയും, പിന്നെ തല്ലിച്ചതച്ചു എന്ന് പറയുന്നത് അത് നിന്റെ കിരൺ സാർ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ കിരൺ സാറും ഇവനും അങ്ങനെ 3 പ്രതികളാണ് ഇതിലുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ വേലു പറയാണ്, സാറേ കിരൺ സാറ് പാവാണ്, കിരൺ സാറ് ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ തല്ലിച്ചതച്ചതിന് ശേഷം അവന്റെ ബോഡി പിന്നെ നിങ്ങൾ എന്താ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അതറിയില്ല സാറേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവര് അത് മാത്രം തുറന്ന് പറയാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ്. അങ്ങനെ കിരണിനെയും ആ CI ആ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. അപ്പോൾ കിരൺ വന്നതിന് ശേഷം കിരൺ ചോദിക്കുകയാണ്, എന്താ സാറേ, അപ്പോൾ താൻ കള്ളങ്ങളൊന്നും പറയണ്ട, എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞിട്ടുണ്ട്, വേലു തലക്കടിച്ച കാര്യം പറഞ്ഞിരിക്കുകയാണ്, പക്ഷേ നിങ്ങൾ ആ ബോഡി എന്താ ചെയ്തത്, അടുത്തുള്ള പുഴയിൽ അവനെ മുക്കിക്കൊന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കിരണ് മനസ്സിലാവുന്നുണ്ട്, അത് ശരി, അപ്പോൾ അവർ ആ ഒരു സത്യം എന്തായാലും തുറന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ അവൻ പറയുകയാണ്, ഇല്ല സാറേ, ഞങ്ങൾക്കറിയില്ല അതെന്ത് സംഭവിച്ചു, അവൻ്റെ ബോഡിക്ക് എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും 3 പേരെയും സെല്ലിൻ്റെ അകത്തിട്ട് പൂട്ടി ഇടുകയാണ് നമ്മുടെ പോലീസ്. CIയും പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ദൗത്യം കഴിഞ്ഞിരിക്കുകയാണ്, ഞാൻ ഏറ്റെടുത്ത ആ ഒരു ചുമതല കഴിഞ്ഞിരിക്കുകയാണ്, ഇനി എന്തായാലും നിങ്ങളെ 3 പേരെയും നാളെ കോടതിയിൽ ഹാജരാക്കും, പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം കിരണോടായിട്ട് വേലു പറയാണ്, സാർ പുറത്തുണ്ടാവണം, സാറുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു രക്ഷയാണെന്ന് പറയുമ്പോൾ, നിങ്ങളെ പേടിക്കേണ്ട, എന്തായാലും എൻ്റെ അച്ഛനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ നമ്മളെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തിൽ അവരൊക്കെ ഉറച്ച തീരുമാനം എടുത്തോളും എന്ന് പറയുകയാണ്. എന്തായാലും അന്നത്തെ ദിവസം രാത്രി പിറ്റേ ദിവസം വരെയും ആ ഒരു സെല്ലിന്റെ അകത്ത് കിടക്കേണ്ടി വരികയാണ്. കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയുന്നുണ്ട്. നമ്മുടെ കാർത്തിക അറിഞ്ഞിട്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ പ്രകാശനോട് പറയുന്നുണ്ട്, അച്ഛ, കിരണിനെയും വേലുവിനെയും രതീഷിനെയൊക്കെ പോലീസ് പിടികൂടി, അവരിപ്പോൾ ലോക്കപ്പിലാണുള്ളത്, ആ ഗംഗപ്രസാദിനെ കൊന്ന കേസാണ് ഇപ്പൊ അവരുടെ തലയിൽ വന്നിട്ടുള്ളത് എന്നിങ്ങനെ പറയണ കേൾക്കുമ്പോൾ നമ്മുടെ പ്രകാശന് സഹിക്കാൻ പറ്റുന്നില്ല. പ്രകാശൻ അങ്ങനെ ഞെട്ടലോട് കൂടി തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന രൂപയും ചന്ദ്രസേനും ഒക്കെ ആയ ഒരു വിവരം അറിയുകയാണ്. തന്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, മകനെയും അവന്റെ കൂടെയുള്ളവരെയും രക്ഷപ്പെടുത്തണമെന്ന് അവർ ഉറച്ച തീരുമാനമെടുത്തതിന് ശേഷം നമ്മുടെ അതായത് പത്തരമാറ്റിലെ നവീൻ എന്ന് പറയുന്ന ഒരു വക്കീലുണ്ടല്ലോ, അത് കിരണിന്റെയും ആദർശിന്റെ ഒക്കെ കൂട്ടുകാരാണല്ലോ, അപ്പോൾ അവനെ ചെന്ന് കാണുകയും അതുപോലെ തന്നെ അവൻ ഇവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി വരികയും ചെയ്യുകയാണ്. എന്തായാലും ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അവരെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വക്കീൽ എത്തുന്നത്. പക്ഷേ ആ CI ജാമ്യം കൊടുക്കുന്നൊന്നുമില്ല, കാരണം അത്രയും വലിയ തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്നും നവീനെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. എന്തായാലും നാളെ കോടതിയിൽ ഞാൻ ഇറക്കിക്കൊണ്ടു പോകും എന്നിങ്ങനെ നവീൻ അവർക്ക് വെല്ലുവിളിയുമായി ഇറങ്ങി പുറത്തേക്ക് കടക്കുകയും ചെയ്യുകയാണ്. അതേ സമയത്ത് നമ്മുടെ കല്യാണി കിരണിനെ അന്വേഷിക്കുന്നുണ്ട്. കിരണേട്ടൻ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. എന്തായാലും കല്യാണി ഈ ഒരു കാര്യങ്ങളൊന്നും അറിയരുത് എന്ന് കിരൺ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാദംബരിയോട്. കാദംബരി പറയുന്നുണ്ട്, കിരൺ സാറ് വീട്ടിലോട്ട് പോയിരിക്കുകയാണ്, അതുപോലെ തന്നെ വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആശ്വസിപ്പിച്ച് അങ്ങനെ കിടത്തിയിരിക്കുകയാണ്. എന്തായാലും കല്യാണിക്ക് ഇത്തിരി ബുദ്ധി കൂടുതലുള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇതിലുണ്ട് എന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗംഗപ്രസാദിനെ കൊന്നു കുഴിച്ചിട്ട കാര്യം കല്യാണിക്ക് അറിയാലോ, അതുകൊണ്ട് തന്നെ അവള് കാര്യങ്ങളൊക്കെ സംശയത്തിൽ എടുക്കുകയും ചെയ്യുകയാണ്. എന്തായാലും പിറ്റേ ദിവസം കോടതി കൂടുകയാണ്. അങ്ങനെ കോടതിയുടെ കൂട്ടിനുള്ളിൽ രതീഷും അതുപോലെ വേലുവും കിരണും കൂടി അങ്ങനെ നിൽക്കുന്നുണ്ട്. വക്കീലായിട്ട് നമ്മുടെ നവീനുണ്ട്, അതുപോലെ തന്നെ CI ഒക്കെ അവിടെ ഇരിക്കുകയാണ്. ഓരോ കോടതിയിലും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ നവീൻ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഗംഗപ്രസാദ് എന്ന് പറയുന്ന ആള് ഒരു വലിയൊരു ക്രൂരനായിരുന്നു, അവൻ ഒരുപാട് കൊലപാതകങ്ങളാണ് ചെയ്തിട്ടുള്ളത്. കല്യാണി എന്ന് പറയുന്ന സ്ത്രീയുടെ, അതായത് ഈ നിൽക്കുന്ന കിരണിന്റെ ഭാര്യയായിട്ടുള്ള കല്യാണിയുടെ അമ്മയുടെ ജീവൻ എടുത്തത് ഗംഗപ്രസാദാണ്. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന വേലുവിന്റെ മാമന്റെ ജീവൻ എടുത്തതും ഈ പറയുന്ന ഗംഗപ്രസാദ് തന്നെയാണ്. ഒരുപാട് പേരുടെ ജീവൻ എടുത്ത് അവൻ ഒരു വലിയൊരു കുറ്റവാളി തന്നെയാണ്. പോലീസിനെ പോലും കബളിപ്പിച്ച് കുറെ നാൾ നടന്നത്, പോലീസിന് വരെ നാണക്കേടുണ്ടാക്കി
ഒരുപാട് പോലീസിന്റെ ജോലി കളഞ്ഞ് അങ്ങനെയുള്ള ഒരു വലിയൊരു കുറ്റവാളിയാണ്, അങ്ങനെ ഒരു കുറ്റവാളിയെയാണ് ഇവർ ഇല്ലാതാക്കിയെന്ന് ഈ CI പറയുന്നത്. പക്ഷെ ഇവരുടെ വായിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് CI വിശ്വസിച്ചിട്ടുള്ളത്. യാതൊരു തെളിവുകളൊന്നും തന്നെ ഇവർക്കെതിരെ CIക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. വേലു പറയുന്നത് കിരണിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും അതുപോലെ കിരൺ കുറ്റേറ്റെടുക്കുന്നത് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർ അത്രയ്ക്കും പരസ്പരം സ്നേഹിക്കുന്നവരായതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം അവരെടുക്കുന്നത്. അതുകൊണ്ട് ഇവർ യാതൊരു തരത്തിലുള്ള കുറ്റം ചെയ്തിട്ടില്ല. അഥവാ ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒരു കുറ്റകൃത്യമായി കാണാനും പറ്റില്ല. അത്രയും വലിയൊരു ഈ സമൂഹത്തിന് നല്ലത് ചെയ്തവരുടെ കൂട്ടത്തിൽ ഇവരെ കൂട്ടാൻ പറ്റുകയുള്ളൂ എന്നിങ്ങനെയൊക്കെ നവീൻ ആ കോടതിയിൽ അങ്ങനെ വാദിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഗംഗപ്രസാദിന്റെ ഭാഗം നിന്ന് വാദിക്കാനായിട്ട് ആ കോടതിയിൽ ആരും വരത്തുമില്ല. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ജഡ്ജ് ഇവർക്ക് അത്ര വലിയ ശിക്ഷ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്യുകയാണ് കോടതി. അങ്ങനെ 3 പേരും ആ കോടതിയിൽ നിന്നും സന്തോഷത്തോട് ഇറങ്ങിപ്പോവുകയാണ്. അത് കാണുന്ന CIക്ക് ചെറുതായിട്ടൊരു അസൂയൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഗംഗപ്രസാദിന്റെ ശവം ആ കുഴിയിൽ നിന്നും തോണ്ടിയെടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ രാഹുലിനെ കൊന്ന കേസും പുതുതായിട്ട് വരുന്നില്ല. പിന്നെ ഏറ്റവും വലിയ അപകടം എന്ന് ഇവരുടെ ജീവിതത്തിൽ പതിഞ്ഞിരിക്കുന്ന സരയുവാണ് ഇനി ഇവർക്ക് അപകടം ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഗംഗപ്രസാദിന്റെ യഥാർത്ഥ കൊലയാളി എന്ന് പറയുന്നത് അത് മനോഹർ അല്ലെങ്കിൽ നമ്മുടെ പ്രകാശൻ തന്നെയാണ്. കാരണം വിക്രം പുറത്തിറങ്ങുന്ന സമയത്ത് വിക്രത്തിനെ ഈ പ്രകാശൻ തല്ലി കൊന്ന് മകളുടെ നമ്മുടെ വിക്രം പുറത്തിറങ്ങുന്നത് കാർത്തികയുടെയും കല്യാണിയുടെയൊക്കെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യത്തില് പ്രകാശൻ തന്നെയാണ് വിക്രത്തിന്റെ ജീവൻ എടുക്കുന്നത്. അതുപോലെ തന്നെ തന്റെ മകൾക്ക് വേണ്ടിയിട്ട് സ്വന്തം മകനെ കൊന്ന് പ്രകാശൻ ജയിലിലേക്ക് പോകുന്ന ഭാഗമാണ് ക്ലൈമാക്സ് ആയിട്ട് എന്തായാലും മൗനരാഗത്തിൽ വരാൻ പോകുന്നത്. അതെന്തായാലും നമ്മുടെ ഏഷ്യാനെറ്റിന്റെ പ്രൊമോ ആയിട്ട് കാണിച്ചിട്ടുള്ളതാണ്. അത് ഈ നമ്മുടെ പ്രകാശൻ കൊന്നിരിക്കുന്നത് ഗംഗപ്രസാദിനെയാണോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ വിക്രം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വിക്രത്തിനെ തല്ലിക്കൊല്ലുന്നതായിട്ടാണ് കാണുന്നത്. എന്തായാലും പ്രകാശൻ ജയിലിലോട്ട് പോവുകയാണ്. വളരെ സങ്കടത്തോടു കൂടി എല്ലാവരും പൊട്ടിക്കരയുന്നുണ്ട് പ്രകാശനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത്. പക്ഷേ പ്രകാശനാണെങ്കിൽ ഒരുപാട് സന്തോഷമാണ് തോന്നുന്നത്. പ്രകാശൻ അവരോട് പറയുന്നുണ്ട്, ആരും കരയരുത്, മക്കളുടെ ജീവിതത്തിൽ നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് പ്രകാശന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ സരയുവിന്റെ എല്ലാ കള്ളത്തരങ്ങളും അവളുടെ മനസ്സിലിരിപ്പ് മൊത്തം എല്ലാവരും മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവളെയും ഇതുപോലെ തന്നെ അവളെ തല്ലുന്നുണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രാണനായി ഇപ്പോൾ അവളെ സ്നേഹിക്കുന്നത് കിരണാണ്. കിരൺ തന്നെയാണ് അവളെ തല്ലിച്ചതയ്ക്കുന്നത്. തൻ്റെ കല്യാണിയെ ഇല്ലാതാക്കാൻ കൂട്ടുനിന്ന് അവളെ ചതയ്ക്കുകയും അതുപോലെ തന്നെ അവൾക്ക് മാനസിക നില തെറ്റിയ പോലെ ആവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ മനോഹർ പുറത്തിറങ്ങുമ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് അവൻ ചോദിക്കുമ്പോൾ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയും സരയുടെ ഭാഗത്ത് ഇനി ഒട്ടും തന്നെ അവർ നിൽക്കുന്നില്ല. എന്തായാലും നല്ല അടിപൊളി ക്ലൈമാക്സ് ഒക്കെ തന്നെയാണ് മൗനരാഗത്തിൽ വരാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.